എന്തു പറഞ്ഞാലും എന്ത് ചെയ്താലും ഭാര്യ കൂടിയുണ്ടാവും. അവൾ എവിടെ പോവാനാ? അവൾ ഇവിടെ തന്നെ ഉണ്ടാവും. കയറിച്ചെല്ലാൻ അവൾക്കൊരിടമില്ല എന്ന തോന്നലല്ലേ നിങ്ങളെക്കൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുന്നത്? പ്രിയപ്പെട്ടവനാൽ നിരന്തരം മുറിവേൽക്കപ്പെടുന്ന ഒരു സ്ത്രീയുടെ മൗനത്തിന് പിന്നിൽ തകർന്നുപോയ ഒരു ഹൃദയത്തിൻ്റെ നിലവിളിയുണ്ട്. അവളുടെ മൗനം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അവൾ എല്ലാം സഹിച്ചു എന്ന്. അത്രമേൽ ആഴമുള്ള ഭാര്യാഭർത്തൃബന്ധത്തിൽ പലരും മനസ്സിലാക്കാതെ പോകുന്ന ഒരു സത്യം. പ്രാണനേക്കാൾ നിങ്ങളെ സ്നേഹിച്ച ഭാര്യയെ നിരന്തരം നിങ്ങൾ വേദനിപ്പിച്ചാൽ യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിക്കുക എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളറിയാതെ തന്നെ അവളുടെ മനസ്സ് വലിയൊരു മാറ്റത്തിന് തുടക്കമിടുകയാണ്. നിശബ്ദമായ ഒരു മാറ്റം. അവളുടെ മൗനത്തിൻ്റെ അർത്ഥം അവൾക്ക് പരാതികളില്ല എന്നല്ല. മൗനം അതൊരു അപകടമാണ്. മൗനം അതൊരു സ്ത്രീയുടെ മുന്നറിയിപ്പാണ്. അവൾ നിങ്ങൾക്ക് നൽകുന്ന അവസാനത്തെ മുന്നറിയിപ്പ്. അവൾ നിങ്ങളോട് വഴക്കിടുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മുന്നിൽ കരയുന്നുണ്ടെങ്കിൽ, നിങ്ങളോട് പരാതികൾ പറയുന്നുണ്ടെങ്കിൽ, അതിനർത്ഥം അവൾക്ക് ഇപ്പോഴും നിങ്ങളിൽ പ്രതീക്ഷയുണ്ട് എന്നാണ്. അവൾക്ക് നിങ്ങളെ മാറ്റിയെടുക്കാൻ കഴിയും എന്ന വിശ്വാസമുണ്ട് എന്നാണ്. എന്നാൽ എന്നാണോ അവൾ നിശബ്ദയാകുന്നത്, അന്ന് തൻ്റെ മനസ്സിൽ നിന്ന് അവൾ നിങ്ങളെ പടിയിറക്കി കഴിഞ്ഞു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവനാൽ മുറിവേൽക്കപ്പെടുകയെന്നാൽ മരണത്തിന് തുല്യമാണ്. മറ്റാര് വേദനിപ്പിച്ചാലും അവൾക്ക് തണലായി നിങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ തണൽ തന്നെ വെയിലായി മാറുമ്പോൾ അവൾ എവിടേക്കാണ് ഓടിപ്പോകേണ്ടത്? ആ നിസ്സഹായതയാണ് അവളെ മൗനത്തിലേക്ക് തള്ളിവിടുന്നത്. ഒരു വീട്ടിൽ ഒരേ മേൽക്കൂരയ്ക്ക് കീഴെ ഒരേ കട്ടിലിൽ ഒരുമിച്ച് കിടക്കുമ്പോഴും അവൾ നിങ്ങളിൽ നിന്ന് 1000 കാതം അകലെയായിരിക്കും. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം അത് ശാരീരികമായ അടുപ്പം മാത്രമല്ല, മറിച്ച് വൈകാരികമായ സുരക്ഷിതത്വം കൂടിയാണ്. നിങ്ങൾ തമാശയ്ക്കോ ദേഷ്യത്തിനോ പറയുന്ന വാക്കുകൾ അവളുടെ ആത്മാഭിമാനത്തിൽ ഏൽപ്പിക്കുന്ന മുറിവുകൾ ചെറുതല്ല. ഒരു പെണ്ണ് പ്രാണനേക്കാൾ കൂടുതൽ നിങ്ങളെ സ്നേഹിക്കുമ്പോൾ അവൾ അവളുടെ ലോകം തന്നെ നിങ്ങളിലേക്ക് ചുരുക്കുകയാണ് ചെയ്യുന്നത്. ആ ലോകത്ത് വെച്ച് തന്നെ അവൾ അപമാനിക്കപ്പെടുമ്പോൾ അവൾക്ക് സ്വന്തം അസ്തിത്വം തന്നെ നഷ്ടപ്പെടുന്നു. പിന്നീട് അവൾക്ക് നിങ്ങളോട് വെറുപ്പില്ല, ദേഷ്യമില്ല. പകരം അവളുടെ മനസ്സിൽ വലിയൊരു ശൂന്യത മാത്രമായിരിക്കും. അവളുടെ മൗനത്തിന് പിന്നിൽ വലിയൊരു നിലവിളിയുണ്ട്. പുറം ലോകം കേൾക്കാത്ത വലിയൊരു തേങ്ങൽ. എവിടെയാണ് എനിക്ക് പിഴച്ചത്? ഇതാണോ എൻ്റെ സ്നേഹത്തിന് എനിക്ക് കിട്ടിയ സമ്മാനം? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ അവളുടെ ഉറക്കം കെടുത്തിക്കൊണ്ടേയിരിക്കും. ആ ചിന്തകൾ അവളെ തളർത്തില്ല, കൂടുതൽ കരുത്തയാക്കും. ആ നിലവിളി അടങ്ങിക്കഴിയുമ്പോൾ അവൾ പുതിയൊരു മനുഷ്യനായി മാറും. മുൻപ് ചെറിയ കാര്യങ്ങൾക്ക് പോലും വഴക്കിട്ടിരുന്ന അവൾ ഇപ്പോൾ ശാന്തയാണ്. നിങ്ങൾ എന്ത് ചെയ്താലും അവൾക്ക് പരാതികളില്ല. ഈ മൗനത്തെ പുരുഷൻ പലപ്പോഴും അവൾ അനുസരണയുള്ളവളായി എന്ന് തെറ്റിദ്ധരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ ആ ബന്ധത്തിൽ നിന്ന് അവൾ മനസ്സുകൊണ്ട് പടിയിറങ്ങിക്കഴിഞ്ഞു. തനിക്ക് വിലയില്ലാത്ത ഒരിടത്ത് തൻ്റെ സ്നേഹം പാഴാക്കരുത് എന്ന് അവൾ തീരുമാനമെടുത്തു കഴിഞ്ഞു. മുൻപത്തെ പോലെ നിങ്ങളെ ഊട്ടാനും ഉറക്കാനും അവളുണ്ടായിരിക്കും. പക്ഷേ അതിലൊന്നും അവളുടെ ആത്മാവുണ്ടാവില്ല. ഒരു യന്ത്രത്തെ പോലെ അവൾ തൻ്റെ കടമകൾ ചെയ്യും. നിങ്ങൾക്കായി കാത്തിരുന്ന, നിങ്ങളുടെ സ്പർശനത്തിനായി കൊതിച്ചിരുന്ന ആ പഴയ പെണ്ണിനെ പിന്നീടൊരിക്കലും നിങ്ങൾക്ക് തിരികെ കിട്ടില്ല. ഒരു പുരുഷൻ ദേഷ്യത്തിൽ തൻ്റെ പങ്കാളിയെ വാക്കുകൾ കൊണ്ട് തകർക്കുമ്പോൾ അയാൾ വിചാരിക്കുന്നത് താൻ ജയിച്ചു എന്നാണ്. നിന്നെക്കൊണ്ട് എന്തിനു കൊള്ളാം എന്ന് നിങ്ങൾ പറയുമ്പോൾ അവൾ കേൾക്കുന്നത് ആ വാക്കുകളല്ല, മറിച്ച്
തൻ്റെ പ്രാണനായ ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ തനിക്ക് സ്ഥാനമില്ല എന്ന നഗ്നമായ സത്യമാണ്. പുറമേ നിന്നുള്ളവർ അവൾക്ക് നേരെ 1000 വാക്കുകൾ എഴുതുവിട്ടാലും അവൾക്ക് ഒരു പോറൽ പോലും ഏൽക്കില്ലായിരുന്നു. കാരണം അവൾക്ക് നിങ്ങളെന്ന രക്ഷാ കവചമുണ്ടായിരുന്നു. പക്ഷേ ആ കവചം തന്നെ അവളെ കുത്തി നോവിക്കുമ്പോൾ അവൾ എങ്ങനെ സഹിക്കും? നിങ്ങളവളെ കളിയാക്കുമ്പോൾ, അവളുടെ കഴിവുകളെ അപമാനിക്കുമ്പോൾ ഓരോ തവണയും അവൾ ഉള്ളുരുകി കരയുന്നുണ്ട്. ഒടുവിൽ അവൾ മരിക്കും. ശാരീരികമായല്ല, മറിച്ച് നിങ്ങളിലെ ഭർത്താവിനെ, നിങ്ങളിലെ പ്രിയപ്പെട്ടവനെ ആരാധിച്ചിരുന്ന ആ മനസ്സ് എന്നേക്കുമായി ഇല്ലാതാകും. പിന്നീട് നിങ്ങൾ എത്രയൊക്കെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞാലും അവൾക്കത് വെറും അഭിനയമാണെന്നേ തോന്നൂ. കൂടെയുള്ളവർ നിങ്ങളെ കൈവിട്ടപ്പോൾ, നിങ്ങളുടെ പോക്കറ്റിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ, വരാനിരിക്കുന്ന ഒരു നല്ല കാലത്തെ സ്വപ്നം കണ്ട് നിങ്ങളുടെ കൂടെ പട്ടിണി കിടക്കാൻ തയ്യാറായ ഒരു പെണ്ണ്, നിങ്ങളുടെ പരാജയങ്ങളെ സ്നേഹം കൊണ്ട് മൂടിയവൾ, നിഴല് പോലും നിങ്ങളെ തനിച്ചാക്കിയപ്പോൾ ചേർത്ത് പിടിച്ചവൾ, സ്വന്തം മാതാപിതാക്കളെയും വീടിനെയും ഉപേക്ഷിച്ച് നിങ്ങളെ വിശ്വസിച്ച് വന്നവൾ. ആ വിശ്വാസത്തെയാണ് അഹങ്കാരം കൊണ്ടും വാക്കുകൾ കൊണ്ടും നിങ്ങൾ തല്ലിക്കെടുത്തിയത്. നിങ്ങൾ തട്ടിമാറ്റിയത് അവളുടെ കൈകളെയല്ല, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം അയച്ച ഏറ്റവും വലിയ കരുതലിനെയാണ്. ഈ തട്ടിമാറ്റലിന് ഒരു വിലയുണ്ട്. ഒരിക്കൽ ജീവിതത്തിൽ നിങ്ങൾ ഒറ്റപ്പെടും. അന്ന് നിങ്ങൾ തിരിച്ചറിയും ആ തട്ടിമാറ്റലിൻ്റെ വിലയെന്തെന്ന്. അന്ന് തിരിഞ്ഞു നോക്കിയാൽ നിങ്ങളെ ചേർത്ത് പിടിക്കാൻ ആ കൈകൾ അവിടെ ഉണ്ടാവില്ല. കാരണം നിങ്ങൾക്കായി കരുതി വെച്ച സ്നേഹം മുഴുവൻ ഉപേക്ഷിച്ച് മരവിച്ച ഹൃദയവുമായി ദൂരങ്ങൾ ഒരുപാട് അവൾ താണ്ടിയിരിക്കും. ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ആയുധം, ആശ്വാസം, ഇത് രണ്ടും അവളുടെ കണ്ണീരാണ്. അവളുടെ ഓരോ തുള്ളി കണ്ണീരിലും നിങ്ങളവളെ ആശ്വസിപ്പിക്കും എന്ന പ്രതീക്ഷയുണ്ട്. അവൾക്ക് നിങ്ങളെ തിരുത്താൻ കഴിയും എന്ന വിശ്വാസമുണ്ട്. കണ്ണീർ വറ്റിയത് വേദനയില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് വേദനിച്ച് ഹൃദയം മരവിച്ചു പോയതുകൊണ്ടാണ്. കരഞ്ഞിട്ട് കാര്യമില്ലെന്നും തൻ്റെ കണ്ണീരിന് നിങ്ങളുടെ മുന്നിൽ വിലയില്ലെന്നും അവൾ തിരിച്ചറിയുന്ന ആ നിമിഷം, അതൊരു പുതിയ തുടക്കമാണ്. നിശബ്ദമായ വിപ്ലവത്തിൻ്റെ തുടക്കം. പകൽ മുഴുവൻ എല്ലാവർക്കും വേണ്ടി ഒരു യന്ത്രത്തെ പോലെ പണിയെടുക്കുന്ന അവൾ രാത്രിയുടെ ഇരുട്ടിൽ തനിച്ചാകുമ്പോൾ സ്വന്തം മുഖംമൂടി അഴിച്ചു വയ്ക്കും. തലയിണയിൽ മുഖമമർത്തി വെച്ച അവളുടെ തേങ്ങലുകൾക്ക് ആ 4 ചുവരുകൾ മാത്രമാണ് സാക്ഷി. ആർക്കു വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ് ഇത്രയും അപമാനം സഹിക്കുന്നത്? എൻ്റെ ആയുസ്സും ആരോഗ്യവും സ്നേഹവും ഇല്ലാതാക്കാൻ മാത്രമാണോ ഞാൻ ഈ വീട്ടിലേക്ക് കയറി വന്നത്? എൻ്റെ സ്നേഹത്തിന് ഇവിടെ ഒരു വിലയും ഇല്ലല്ലോ. ഈ ചോദ്യങ്ങളൊന്നും വെറും സംശയങ്ങളല്ല, അവളുടെ മോചനത്തിനുള്ള വഴികളാണ്. ഓരോ തവണയും ഈ ചോദ്യം സ്വയം ചോദിക്കുമ്പോൾ അവൾ നിങ്ങളിൽ നിന്ന് പതിയെ അകലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൾ പഴയതുപോലെ വീട് വൃത്തിയാക്കും, ഭക്ഷണം വിളമ്പും. പക്ഷേ അവളുടെ ഉള്ളിലെ ആ പഴയ പെണ്ണ് ഇനിയില്ല. നിങ്ങളെ ഒരു നോക്ക് കാണാൻ കൊതിച്ചിരുന്ന, നിങ്ങളുടെ തലോടലിനായി കാത്തിരുന്ന ആ നിഷ്കളങ്കയായ പെണ്ണ്, അവൾക്ക് അവളെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. പകരം അവിടെ ജനിക്കുന്നത് അതിജീവനത്തിൻ്റെ പുതിയൊരു രൂപമാണ്. സ്നേഹമില്ലാത്ത ദാമ്പത്യം ഒരു യുദ്ധക്കളമാക്കാൻ അവൾ ആഗ്രഹിക്കില്ല. പ്രതികാരം ചെയ്യുന്നതിന് പകരം അവൾ നിങ്ങളെ അങ്ങ് ഉപേക്ഷിക്കും. അതാണ് അവൾ നിങ്ങൾക്ക് നൽകുന്ന ശിക്ഷ. ഒരു പെണ്ണിൻ്റെ ഹൃദയത്തിലേക്ക് നിരന്തരം അവഗണനയുടെയും പരിഹാസത്തിൻ്റെയും തീ കോരിയിട്ടാൽ അവളൊരു കരിങ്കല്ലായി മാറും. കാലമെത്ര കടലിൽ കിടന്നാലും അലിയാത്ത കരിങ്കല്ല്. നിങ്ങൾ തളർന്നു വീണപ്പോൾ
താങ്ങായതും തണലായതും അവളായിരുന്നു. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ അവൾ ചെയ്ത ത്യാഗങ്ങൾ അവളുടെ കടമകളായിരുന്നു. അവൾ കാണിച്ച ക്ഷമ അവളുടെ ബലഹീനതയായിരുന്നു. അവളിനി എന്നെ വിട്ട് എങ്ങോട്ട് പോകാൻ എന്ന് നിങ്ങൾ അഹങ്കാരത്തോടെ ചിന്തിച്ചു. നിങ്ങൾ എത്ര അപമാനിച്ചാലും വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് അവൾ തിരിച്ചു വരുന്നത് ഗതികേട് കൊണ്ടല്ല. നിങ്ങളെ ഉപേക്ഷിക്കാൻ അവളുടെ സ്നേഹം അവളെ അനുവദിക്കുന്നില്ല, അതുകൊണ്ട് മാത്രമാണ്. പക്ഷേ ആ സ്നേഹത്തെ അവളുടെ നിവൃത്തികേടായി നിങ്ങൾ കാണുമ്പോൾ അവിടെ അവളുടെ ആത്മാഭിമാനം മുറിവേൽക്കപ്പെടുന്നു. ഒരു പെണ്ണ് സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. തൻ്റെ സ്നേഹത്തേക്കാൾ വലുതാണ് തൻ്റെ അന്തസ്സ് എന്ന് അവൾ തിരിച്ചറിയുന്ന ഒരു നിമിഷമുണ്ട്. സാരമില്ല, അദ്ദേഹമല്ലേ, അദ്ദേഹത്തിന് വേണ്ടിയല്ലേ എന്ന് കരുതി അവൾ ചിരിച്ചു തള്ളിയതോരോന്നും അവളുടെ ഉള്ളിൽ ഒരു കനലായി മാറും. അവൾ ക്ഷമിച്ചത് നിങ്ങളോടുള്ള ഭയം കൊണ്ടല്ല, നിങ്ങളോടുള്ള അളവില്ലാത്ത സ്നേഹം കൊണ്ടാണ്. അവൾ നിങ്ങളെ സഹിച്ചത് നിങ്ങളെ പേടിച്ചത് കൊണ്ടല്ല, നിങ്ങളോടുള്ള ബഹുമാനം കൊണ്ടാണ്. നിങ്ങളോടുള്ള സ്നേഹം ഒരിക്കൽ അണഞ്ഞു പോയാൽ പിന്നെ അവിടെ ബാക്കിയാവുന്നത് ശൂന്യത മാത്രമാണ്. ആ ശൂന്യതയിൽ പിന്നീട് നിങ്ങളുടെ വിലാപങ്ങൾക്കും മാപ്പപേക്ഷകൾക്കും സ്ഥാനമുണ്ടാവില്ല. കാരണം ആത്മാഭിമാനം ഉണർന്ന സ്ത്രീക്ക് ലോകത്ത് മറ്റാരെക്കാളും പ്രിയപ്പെട്ടത് തൻ്റെ അന്തസ്സും അഭിമാനവും മാത്രമാണ്. സ്നേഹം കൊണ്ട് അവൾ തുന്നിച്ചേർത്ത മനോഹരമായ ആ ബന്ധം നിശബ്ദമായി അവൾ തന്നെ മുറിച്ചു മാറ്റും. നിങ്ങളുടെ ഒരു വിളി കേട്ടാൽ അടുക്കളയിലായാലും ഉറക്കത്തിലായാലും ഓടി വന്നിരുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു. നിങ്ങളുടെ ഇഷ്ടങ്ങളെ സ്വന്തം ഇഷ്ടങ്ങളായി കണ്ടവൾ. എന്നാൽ ഇന്ന് അവൾ നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. പക്ഷേ അവളുടെ മനസ്സ് നിങ്ങളിൽ നിന്ന് 1000 കാതം അകലെയാണ്. ഒരു വീട്ടിൽ ഒരു മേൽക്കുരയ്ക്ക് താഴെ ഒപ്പമുണ്ടായിട്ടും അവൾക്ക് നിങ്ങൾ അപരിചിതനായി മാറി. നിങ്ങൾ സംസാരിക്കുമ്പോൾ അവൾ കേൾക്കുന്നുണ്ടാകും, പക്ഷെ പ്രതികരിക്കില്ല. നിങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ അവളുടെ കണ്ണിൽ ആ പഴയ ദേഷ്യമോ സങ്കടമോ ഉണ്ടാവില്ല. കാരണം നിങ്ങളിപ്പോൾ അവളുടെ ജീവിതത്തിലെ വെറുമൊരു നിഴൽ മാത്രമാണ്. പല പുരുഷന്മാരും ആഗ്രഹിക്കും ഭാര്യ പരാതികൾ പറയരുത് എന്ന്. ഒന്നോർക്കുക, അവൾ പരാതികൾ പറയുന്നത് നിങ്ങളെ ഇപ്പോഴും സ്വന്തമായി കാണുന്നത് കൊണ്ടാണ്. എന്നാണോ അവൾ വഴക്കിടുന്നത് നിർത്തുന്നത്, എന്നാണോ അവൾ നിങ്ങളെ തിരുത്താൻ ശ്രമിക്കാത്തത്, അന്ന് മനസ്സിലാക്കിക്കോളൂ, നിങ്ങളവൾക്ക് ആരുമല്ലാതായി കഴിഞ്ഞു എന്ന്. അന്യനായ ഒരാളോട് നമ്മൾ പരാതികൾ പറയാറില്ല. വഴക്കിടാൻ പോലും നിങ്ങൾ അർഹനല്ല എന്ന് അവൾ തീരുമാനിക്കുന്ന നിമിഷം അവളുടെ ലോകത്തു നിന്നും നിങ്ങളെ എന്നേക്കുമായി പുറത്താക്കി കഴിഞ്ഞു. അവളുടെ ഉള്ളിലെ സ്നേഹവും നന്മയും ഇല്ലാതാക്കിയ നിങ്ങളോട് അവൾ പ്രതികാരം ചെയ്യില്ല. പക വീട്ടാൻ പോലും അവളുടെ ഉള്ളിൽ നിങ്ങളോട് സ്നേഹമോ വെറുപ്പോ ബാക്കിയില്ല. ആ ഒഴിവാക്കൽ ഒരു വൻമതിൽ പോലെ നിങ്ങളെ വേർതിരിക്കും. ഒരിക്കൽ നിങ്ങളെ പ്രാണനേക്കാൾ കൂടുതൽ സ്നേഹിച്ച അവളുടെ ഹൃദയത്തിൽ സങ്കടമോ ദേഷ്യമോ വിദ്വേഷമോ കാണാൻ കഴിയില്ല. കാരണം അവിടം ശൂന്യമാണ്. നിങ്ങളവളുടെ പ്രിയപ്പെട്ടവനായിരുന്ന ആ കാലം അവൾ മറന്നുകളയും. സ്നേഹം കൊണ്ട് നിങ്ങൾക്കായി തുറന്നിട്ട ഹൃദയത്തിൻ്റെ വാതിൽ അവൾ എന്നേക്കുമായി അടച്ചുപൂട്ടും. നിങ്ങൾ വൈകിപ്പോയി. സ്നേഹത്തെ കൊന്നുകളഞ്ഞ പുരുഷന് കാലം കാത്തുവെച്ച കാവ്യനീതി, സ്വന്തം വീട്ടിൽ അപരിചിതരെ പോലെ കഴിയുക എന്നത്. നഷ്ടപ്പെട്ട ആ സ്നേഹത്തിൻ്റെ വില പിന്നീട് ഓരോ നിമിഷവും നിങ്ങളെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കും. കയ്യിലുള്ള വജ്രം കളഞ്ഞിട്ട് വഴിയരികിലുള്ള തിളങ്ങുന്ന കല്ലുകൾ തേടിപ്പോകുന്നവരോട് ഒന്നും പറയാനില്ല. തകർന്നുപോയ മനസ്സിനെ എത്ര ചേർത്ത് വെച്ചാലും ആ വിള്ളലുകൾ മായുകയില്ല. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടത്
നമ്മുടെ കൂടെയുള്ളവരാണ് എന്ന് പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നത് അവർ നമ്മളെ വിട്ടുപോകുമ്പോഴാണ്. പുറം ലോകത്തെ തിളക്കങ്ങൾക്കും താൽക്കാലിക സന്തോഷങ്ങൾക്കും വേണ്ടി അവളെ അവഗണിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതത്തിലെ അതിമനോഹരമായ നിറങ്ങളെയാണ് മായ്ച്ചു കളയുന്നത്. വഴിയരികിലെ തിളങ്ങുന്ന കല്ലുകൾക്ക് വജ്രത്തിൻ്റെ മൂല്യം തരാൻ കഴിയില്ല എന്ന് തിരിച്ചറിയുമ്പോഴേക്കും സമയം വൈകിപ്പോയിരിക്കും. ക്ഷമിച്ചു എന്ന് അവൾ പറഞ്ഞേക്കാം, പക്ഷേ മറന്നു എന്ന് അവൾക്കൊരിക്കലും പറയാൻ കഴിയില്ല. കാരണം ഓരോ അവഗണനയും ഓരോ പരിഹാസവും ഉണ്ടാക്കിയ നീറുന്ന മുറിവുകൾ അവളുടെ ഉള്ളിൽ എന്നും ഉണ്ടാവും. ഒരു പുരുഷൻ്റെ വിജയത്തിന് പിന്നിലും അവൻ്റെ വീടിൻ്റെ സമാധാനത്തിന് പിന്നിലും ഒരു പെണ്ണിൻ്റെ സ്നേഹവും പ്രാർത്ഥനയും ഉണ്ടാവും. അവളെ വേദനിപ്പിച്ചുകൊണ്ട് നിങ്ങൾ നേടുന്ന ഒരു വിജയവും നിലനിൽക്കില്ല. അവളില്ലാതായാൽ നിങ്ങളുടെ ലോകം ഇരുട്ടിലാകും. പിന്നീട് എത്ര സമ്പത്തുണ്ടായാലും ആ ഇരുട്ടിനെ ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അവളുടെ മനസ്സ് മരവിച്ച ശേഷം നിങ്ങൾ ഒഴുക്കുന്ന കണ്ണീരിന് യാതൊരു വിലയുമില്ല. ഇന്ന് നിങ്ങളുടെ കൂടെയുള്ള ആ സ്നേഹത്തെ കാണാതെ പോകരുത്. യഥാർത്ഥ സ്നേഹം ഒരിക്കലും യാചിക്കില്ല. വിലയില്ലാത്തിടത്ത് അത് നിലനിൽക്കില്ല. കൂടെയുള്ള ആ സ്നേഹത്തെ വിലമതിക്കുക. ഒരു നല്ല പെണ്ണിനെ നഷ്ടപ്പെടുത്തുമ്പോൾ നിങ്ങൾ അവളെ മാത്രമല്ല നഷ്ടപ്പെടുത്തുന്നത്, നിങ്ങളുടെ ജീവിതത്തിലെ വെളിച്ചത്തെയാണ് നിങ്ങൾ തല്ലിക്കെടുത്തുന്നത്. വൈകിപ്പോകുന്നതിന് മുൻപ് തിരിച്ചറിയുക. നഷ്ടപ്പെടുത്തിയതിന് ശേഷം കണ്ണീരൊഴുക്കുന്നതിനേക്കാൾ നല്ലത് കൂടെയുള്ളപ്പോൾ ആ സ്നേഹത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക. സ്നേഹിക്കാൻ അറിയുന്ന ഒരു ഹൃദയത്തെ കിട്ടുക എന്നത് ഒരു ഭാഗ്യമാണ്. ആ ഭാഗ്യത്തെ അഹങ്കാരം കൊണ്ട് തട്ടിത്തെറിപ്പിക്കരുത്. കാരണം ചില നഷ്ടങ്ങൾ ജീവിതകാലം മുഴുവൻ നീറി നിൽക്കുന്ന ഓർമ്മകളാണ്. മനസ്സും കണ്ണാടിയും ഒരുപോലെയാണ്. ഒരിക്കൽ ഉടഞ്ഞാൽ പിന്നീടൊരിക്കലും പഴയതുപോലെ ആകില്ല. കൂടെയുള്ളപ്പോൾ ആ സ്നേഹത്തിൻ്റെ വിലയെന്തെന്ന് മനസ്സിലാക്കി ചേർത്ത് പിടിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ നിശബ്ദരായി പോയ പ്രിയപ്പെട്ടവരുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു കണ്ടൻറ്റുമായി അടുത്ത വീഡിയോയിൽ കാണാം.